2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കുക. ഇനി ഇതിന് ശേഷം നമുക്ക് കുക്കർ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയുടെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. ഇനി ചേർത്ത് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കൂട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ അല്പം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ആവശ്യാനുസരണം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവൊന്നും ഒത്തിരി കൂടാൻ പാടില്ല. ഇനി നമുക്കതിലേക്ക് വേണ്ടത് കറിക്ക് നല്ല ഫ്ലേവർ കൊടുക്കുന്ന കറിവേപ്പില, അത് ഒരു പിടി ചേർത്ത് കൊടുക്കാം. സാധാരണ ബീഫ് കറി തയ്യാറാക്കുമ്പോൾ വെളുത്തുള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം വഴറ്റിയാണ് ചേർക്കാറ്. ഇത് സവാള ഇതെല്ലാം ഡയറക്റ്റാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. തക്കോലം, ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, ബേ ലീഫ് എന്നിവ കൂടി ചേർത്ത് നല്ലോണം ഇളക്കി